ഗൈസ്, എല്ലാവർക്കും ടെക് മാസ്റ്റേഴ്സ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെ നമുക്ക് അഡോബി പ്രീമിയർ പ്രോ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ KGF ഒരു സീന്, അതായത് KGF സിനിമയിലെ അല്ലെങ്കിൽ ഞാനിപ്പോൾ KGF ട്രെയിലറിലുള്ള ഒരു സീന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് യാഷ് ഒരു എന്താ പറയാ, നമ്മുടെ മിഷ്യൻ ഗൺ അല്ലെങ്കിൽ ഗണ്ണിന്ന് യാഷ് സിഗരറ്റ് കത്തിക്കണ അങ്ങനത്തെ ഒരു സീന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടില്ലെങ്കിൽ നിങ്ങൾ KGF ട്രെയിലറിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. അങ്ങനെ ഒരു സീൻ ഉണ്ട്. യാഷ് അതായത് നമ്മുടെ ഗണ്ണിലേക്ക് സിഗരറ്റ് ഇങ്ങനെ വെക്കും, അപ്പൊ സിഗരറ്റ് ഇങ്ങനെ കത്തും. ആ സീനിലേക്ക് അതായത് നമ്മളെ തന്നെ അതിലേക്ക് എങ്ങനെ ആഡ് ചെയ്യാം, ആ സീനിലേക്ക് നമ്മളെ തന്നെ ഫുള്ളായിട്ട് അതായത് ആ യാഷിന്റെ മുഖത്തല്ല നമ്മളെ മുഖം കൊണ്ടുപോയി വെക്കാൻ പോകുന്നത്, നമ്മളെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം, നമ്മളെ തന്നെ ഫുള്ളായിട്ട് എങ്ങനെ നമുക്ക് ആ സീനിലേക്ക് ആഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോന്റെ ആദ്യം കണ്ടിട്ടുണ്ടാവും അതിലുള്ള ടൈറ്റിൽ ഫസ്റ്റ് ബി എന്നുള്ള ടൈറ്റിൽ നിന്റെ ആദ്യത്തെ എപ്പിസോഡിലാണ്, അല്ല ആദ്യത്തെ KGF വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ടൈറ്റിൽ എഫക്റ്റ്. അത് നിങ്ങൾ പോയി കണ്ടു നോക്കുക. അതും ഇതും കൂടി ആഡ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് രണ്ട് ഷോട്ടുകളാണ് നിങ്ങൾക്ക് ആദ്യം തന്നെ ഇത് ചെയ്യാനായിട്ട് ഒരു ഗ്രീൻ സ്ക്രീൻ ഷോട്ടാണ് വേണ്ടത്. അതായത് നിങ്ങൾ ഇപ്പൊ ഗ്രീൻ സ്ക്രീനിന്റെ മുന്നിൽ ഇരുന്നിട്ട് ആക്ട് ചെയ്യുന്നത് പോലുള്ളൊരു ഷോട്ടാണ് വേണ്ടത്. അതായത് ഞാനിപ്പോ സിഗരറ്റ് ആയിട്ട് എന്താ പറയാ, എന്താ പറയാ, നമ്മുടെ പേപ്പറാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് വായിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ എന്താ പറയാ, ആ ഗ്രീൻ സ്ക്രീനിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെ വെറുതെ താലോട്ട് കാണിക്കുന്ന വളരെ സീനാണ്. അങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾ ആക്ട് ചെയ്യുന്നവരോ എടുക്കുക. അത് ഗ്രീൻ സ്ക്രീനിന്റെ മുന്നിൽ തന്നെ ആയിരിക്കണം. ഓക്കെ, എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് വേണ്ടത് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇനി ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുക. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊരു ഇമേജ് വേണം. അതായത് നിങ്ങളിപ്പോ എന്താ പറയാ, ഞാനിപ്പോ കാണിച്ചു തരാം. ഈ ഒരു ഇമേജ് ആണ് നമുക്ക് വേണ്ടത്. ഈ ഒരു ഇമേജ് എങ്ങനെയാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോ എന്താ പറയാ, ഞാൻ ഒരു മിനിറ്റ് അത് ലോഡായി വരട്ടെ. നിങ്ങൾ ഇപ്പൊ ട്രെയിലർ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് നിങ്ങളിപ്പോ ട്രെയിലർ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇപ്പൊ KGF ട്രെയിലറിൽ നിങ്ങൾ പോയി നോക്കുക. അപ്പൊ ഈ ഒരു സീന് കറക്റ്റ് ആയിട്ട് യാഷ് കത്തിക്കണ പോലത്തെ ഒരു സീൻ ഉണ്ടല്ലോ, ആ സീൻ വരും. ആ സീൻ വരുന്ന സമയത്ത് നിങ്ങൾ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് സേവ് ചെയ്ത് വെക്കുക. അതായത് ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചതിന് ശേഷം എൻ്റെ ആദ്യത്തെ എപ്പിസോഡിലുള്ള മാതിരി നിങ്ങൾ എന്താ പറയാ, ഹീലിംഗ് ടൂൾ വെച്ചിട്ട് ഈ യാഷിനെ ഇവിടെ നിന്ന് ഇതുപോലെ അങ്ങനെ മയച്ചെടുക്കുക. ഈ ഫോട്ടോ ഒന്ന് ഇതുപോലെ യാഷിനെ ഇതുപോലെ അങ്ങനെ 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 മയച്ചെടുക്കുക. അത് ഞാൻ ആദ്യത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഹൗ ടു റിമൂവ് എ പേഴ്സൺ ഓർ എ തിങ് ഞാൻ ഫോട്ടോ വിത്ത് ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെക്കൗട്ട് ചെയ്താൽ മതി. അപ്പൊ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ അതായത് ഈ യാഷിനെ മാത്രമായിട്ട് നിങ്ങൾ ഇതുപോലെ ഈ ഒരു സ്പോട്ട് ഹീലിംഗ് ടൂളോ അല്ലെങ്കിൽ ക്ലോൺ സ്റ്റാമ്പ് ടൂളോ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കുക. ഓക്കെ, ഈ ഒരു ഇമേജിൽ നിന്ന് യാഷിനെയും അതുപോലെ തന്നെ ഈ ഗണ്ണിനെയും യാഷിനെയും കൂടി നിങ്ങൾ ഫുള്ള് റിമൂവ് ചെയ്തെടുക്കണം. കുറച്ച് നേരത്തെ പണിയെടുക്കും. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയാ, അങ്ങനെ ഫുള്ള് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലീൻ ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ ക്ലീൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ക്ലീൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇടുന്ന ഇമേജ് ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറയാ, യാഷിനെ ആ ഗണ്ണിനെ റിമൂവ് ചെയ്തെടുക്കുക ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിന്ന്. അപ്പൊ റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഇമേജിൽ നിന്ന് ഈ ഒരു ഇമേജ് പിന്നെ ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമേജ് പിന്നെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് ഈ ഒരു ഗണ്ണ് മാത്രം നിങ്ങൾ കട്ട് ചെയ്യുക. അതായത് ഈ ഒരു കണ്ടില്ലേ, ഈ ഒരു ഗണ്ണ് യാഷിനെ വേണ്ട, ഈ ഒരു ഗണ്ണ് മാത്രം നമ്മൾ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ടും ഈ ഗണ്ണും മാത്രം ഈ ഗണ്ണ് ട്രാൻസ്പെറന്റ് ആയിട്ട് കട്ട് ചെയ്യുക. ഈ ബാക്ക്ഗ്രൗണ്ടും നിങ്ങൾ ഉണ്ടാക്കുക. അത് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് വെച്ചിട്ട് ഉണ്ടാക്കുക. എന്നിട്ട് ഗണ്ണ് കട്ട് ചെയ്തിട്ട് ട്രാൻസ്പെറന്റ് ആക്കിയിട്ട് നിങ്ങളെ ഗാലറിയിൽ സേവ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ട്രാൻസ്പെറന്റ് ആയിട്ട് സേവ് ചെയ്ത് വെക്കുക. അത് നിങ്ങൾ എന്താ പറയാ, ബാക്ക്ഗ്രൗണ്ടിൽ സ്പോട്ട് ഹീലിംഗ് അല്ലെങ്കിൽ കോൺസ്റ്റാമ്പ് വെച്ചിട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് നമ്മളുടെ പ്രീമിയർ പ്രോയിലേക്ക് പോകാം.
നിങ്ങൾക്കിപ്പോൾ ഈ ഒരു കട്ട് ചെയ്തിട്ട് ട്രാൻസ്പെറന്റ് ആക്കണതോ അതൊക്കെ വേറെ ആപ്ലിക്കേഷനിൽ ചെയ്യാൻ ഞാൻ ഫോട്ടോഷോപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നില്ല. കാരണം ഇതിന്റെ ട്യൂട്ടോറിയൽസ് ഒക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു തിങ് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് റിമൂവ് ചെയ്യാം, അങ്ങനത്തെ ട്യൂട്ടോറിയൽസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്റെ ചാനലിൽ പോയി നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഈ ഒരു എന്താ പറയാ, ഈ ഒരു ആക്ടിങ് സീൻ, അതായത് നമ്മൾ KGF അതായത് ഈ ഒരു എന്താ പറയാ, നമ്മൾ അഭിനയിക്കുന്ന സീന്, അതായത് ഗ്രീൻ സ്ക്രീനിന്റെ മുന്നിൽ നിന്ന് അഭിനയിക്കുന്ന സീനായിരിക്കണം. അഭിനയിക്കുന്ന സീന് നിങ്ങൾ എന്താ പറയാ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്ത. ഓക്കെ, ഇത് ഞാൻ ഇവിടെ മാറ്റി വെക്കുകയാണ് കുറച്ചു നേരത്തേക്ക്. ഫസ്റ്റ് നിങ്ങൾ ശരിക്കും, ഓക്കെ ഒരു മിനിറ്റ്, ഫസ്റ്റ് നിങ്ങൾ ശരിക്കും ഇമ്പോർട്ട് ചെയ്യേണ്ടത് എന്താണ്, ഏത് സീനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതായത് നമ്മൾ സ്പോട്ട് ഹീലിംഗ് വെച്ച് ടൂള് വെച്ചിട്ട് ആ ഒരു ഗണ്ണിനും ആ യാഷിനെയും റിമൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബാക്ക്ഗ്രൗണ്ട് ആണ് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇത് സ്കെയിൽ ടു ഫ്രെയിം സൈസ് അടിക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മളുടെ ആ ഒരു ഗ്രീൻ സ്ക്രീൻ സീന്, അതായത് നമ്മൾ ആക്ട് ചെയ്യുന്ന ആ ഒരു സീനായിരിക്കണം അതില് മുന്നിൽ വെക്കേണ്ടത്. ഓക്കെ, ഞാൻ സെറ്റ് ടു ഫ്രെയിം സൈസ്, അതായത് നമ്മൾ ആ ഗ്രീൻ സ്ക്രീനിന്റെ മുന്നിൽ നിന്ന് അഭിനയിക്കുന്ന സീന്, ഇത് മുകളിൽ ആ വീഡിയോയും ഗ്രീൻ സ്ക്രീൻ ആ ഒരു അതായത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം താഴെ, അതിന്റെ മുകളിൽ നമ്മളുടെ ഗ്രീൻ സ്ക്രീൻ സീന്. അതിനുശേഷം നിങ്ങൾ എഫക്ട് കൺട്രോൾസിൽ വന്നതിന് ശേഷം ഈ ഒരു ഈ ഒരു വീഡിയോ, അതായത് ഈ ഒരു ഗ്രീൻ സ്ക്രീൻ വീഡിയോന്റെ എഫക്ട് കൺട്രോൾസിൽ വന്നതിന് ശേഷം ഒപ്പാസിറ്റി പ്രോപ്പർട്ടീസിൽ വന്നിട്ട് ഒരു മാസ്ക് നിങ്ങൾ വരച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ ഒരു മാസ്ക് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വരച്ചെടുക്കുക. അപ്പൊ ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നല്ല കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്താ ചെയ്യണം, ഒരു മാസ്ക് ഇങ്ങനെ വരച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ ഒരു മാസ്ക് വരച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ എന്താ പറയാ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കറക്റ്റ് ആക്കിയിട്ട് വെക്കുക. ഓക്കെ, അപ്പോ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഒരു ആക്ടർ, അതായത് ആ ആക്ടർ വന്ന് ആക്ട് ചെയ്യണ സീൻ എവിടെയാണെന്നുള്ളത് നോക്കുക. കണ്ടോ, ആ ഒരു ആക്ടർ വന്നിട്ട് ആക്ട് ചെയ്യണ സീൻ ആവുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു മാസ്ക് എന്താ പറയാ ആക്ടറെ കാണുന്ന രീതിയിൽ വെക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു ആക്ടർ വന്ന് ആക്ട് ചെയ്യണ ആ സീന്. ഓക്കെ, അപ്പൊ നമ്മള് ഓക്കെ റെഡി, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ തൊട്ടാണ് നമ്മുടെ ആക്ടർ ആക്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ തൊട്ടാണ് ആക്ടർ ആക്ട് ചെയ്ത് തുടങ്ങുന്നത്. അത് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് ഒന്ന് എഫക്റ്റ് കൺട്രോൾസിലേക്ക് വരിക. എന്നിട്ട് ആ ഗ്രീൻ സ്ക്രീൻ കീ ഔട്ട് ചെയ്ത് കളയുക. അപ്പൊ അൾട്രാ കീ സെർച്ച് ചെയ്തിട്ട് അൾട്രാ കീ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുക, നമ്മളുടെ ആ ഒരു വീഡിയോന്റെ മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് നമ്മുടെ വീഡിയോ ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സീന്. ഓക്കെ, നമ്മുടെ അൾട്രാ കീ വലിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ താഴോട്ട് വന്നിട്ടുണ്ട്, ഈ അൾട്രാ കീ കളർ ഉണ്ടാവും, അത് ആ ഡ്രോപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കീ ഔട്ട് ചെയ്യുക. കണ്ടോ, ഇപ്പൊ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയാ ട്രാൻസ്പെറൻസി, ഹൈലൈറ്റ്, പെഡസ്റ്റൽ അതൊക്കെ കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും ഒക്കെ നിങ്ങൾ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നമ്മളുടെ ഓൾറെഡി റെഡിയാണ്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ മുകളിൽ ഇനി വേറെ പണിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്നിട്ട് നമ്മളുടെ ഇപ്പൊ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്ലാക്ക് ഇതിന്റെ മുകളിലാണ് നമ്മളുള്ളത്. അപ്പൊ നമ്മൾ എന്താ പറയാ ഈ ഒരു ആളെ ജസ്റ്റ് ഒന്ന് ചെറുതാക്കുകയാണ്. കണ്ടോ, ഇതുപോലെ ആളെ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി വെക്കുകയാണ്. അപ്പൊ നമ്മൾ ഇത്രേ ഉള്ളൂ, ആളെ ജസ്റ്റ് ഒന്ന് ചെറുതാക്കുകയാണ്. അപ്പൊ അത്ര എന്താ പറയാ, ഓക്കെ ഇത്രേ ഉള്ളൂ, നമ്മൾ ആളെ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി വെക്കും. കണ്ടോ, ഇതുപോലെ ആളെ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ആളെ ലാശം ഒന്ന് ചെറുതാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മളുടെ ആ ഒരു തീ കത്തിക്കുന്ന സീനൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മുടെ ആളെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏകദേശമൊക്കെ നമ്മുടെ സംഭവം ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നിങ്ങൾ ആളെ കറക്റ്റ് ആയിട്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഹീൽ ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ എന്താ പറയാ ഇതിന്റെ ഇതെടുക്കുക. അതായത് ഇനി നമ്മള് ആ ഒരു തോക്ക്, അതായത് നമ്മൾ PNG ആയിട്ട് കട്ട് ചെയ്ത് വെച്ച ആ തോക്ക് എടുത്തിട്ട് എന്താ പറയാ ഈ ഒരു ഇതിന്റെ മുകളിലേക്ക് വെക്കുക. തോക്ക് എടുത്തിട്ട് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ടാണല്ലോ കട്ട് ചെയ്തത്, അതുകൊണ്ടാണ് തോക്ക് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ തോക്ക് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് തോക്ക് ജസ്റ്റ് ഒന്ന് വലുതാക്കി കൊടുക്കുക. ആണോ, തോക്ക് അതുപോലെ വലുതാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ സിഗരറ്റ് വെക്കണത് എവിടെയാണെന്നുള്ളത് നോക്കുക. അപ്പൊ നമ്മൾ ഇതാ സിഗരറ്റ് എവിടെയാണ് വെക്കണത്. കണ്ടോ, എവിടെയാണ് സിഗരറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ കറക്റ്റ് വെക്കുന്നു. സിഗരറ്റ് കറക്റ്റ് വെച്ചതിന് ശേഷം നമ്മളൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ റെഡിയാണ്. ഓക്കെ, സിഗരറ്റ് നമ്മൾ വെക്കണ കറക്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മള് എന്താ പറയാ
സംഭവം ഏകദേശം തീരാനായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് പുക ആഡ് ചെയ്യണം, അതായത് സ്മോക്ക് ആഡ് ചെയ്യണം. അപ്പൊ സ്മോക്ക് ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്താ പറയാ, എന്തെങ്കിലും ഗ്രീൻ സ്ക്രീൻ, അതായത് നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ സ്ക്രീൻ വീഡിയോസ് ഒക്കെ, സ്മോക്കിന്റെ ഗ്രീൻ സ്ക്രീൻ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും, സ്മോക്ക് ഗ്രീൻ സ്ക്രീൻ എന്നൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇടുക. എന്നിട്ട് നമ്മൾക്ക് വേണ്ട ഭാഗത്തിൽ വെച്ച് കട്ട് ചെയ്യുക. അപ്പൊ നമ്മളുടെ സ്മോക്ക് എഫക്റ്റ് ഉണ്ട്. സ്മോക്ക് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക്, ഈ ഒരു ഇതിന്റെ മുകളിലേക്ക് ഡ്രാഗ് ചെയ്തിടുക. അപ്പൊ ഇതാണ് നമ്മുടെ സ്മോക്ക്. അപ്പൊ സ്മോക്കിന്റെ എത്ര ഭാഗം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഭാഗം നിങ്ങൾ എടുക്കുക. അപ്പൊ ഞാനിപ്പോ ഈ ഒരു ഭാഗം തൊട്ടിട്ടാണ് നമുക്ക് സ്മോക്ക് വേണ്ടുള്ളൂ. എന്നിട്ട് ഈ ഒരു ഭാഗം വെച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് എഫക്റ്റ് കൺട്രോൾസിലേക്ക് വരിക, അൾട്രാ കീ സെർച്ച് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, നമ്മുടെ ആ സ്മോക്കിന്റെ മുകളിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ കീ ഔട്ട് ചെയ്ത് കളയുക. സ്മോക്ക് കീ ഔട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇനി എന്താണ് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്മോക്കിന്റെ ആ ഒരു ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഒപ്പാസിറ്റിയിൽ വന്നതിന് ശേഷം നമ്മളൊരു മാസ്ക്, സ്മോക്കിൽ ഒരു മാസ്ക് വരയ്ക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ പറയാ, ഇത് അതുപോലെ ഒരു മാസ്ക് കറക്റ്റ് ആയിട്ട് ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഒരു മാസ്ക് വരയ്ക്കുക. കണ്ടോ, ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഒരു മാസ്ക് നമ്മൾ അങ്ങ് വരച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ കറക്റ്റ് മാസ്ക് നമ്മൾ അങ്ങ് വരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അതൊക്കെ റെഡി ആക്കിയിട്ട് ഒന്ന് ഫെദർ ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് ഫെദർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ ഒന്ന് ഫെദർ ചെയ്തെടുക്കുക. ഫെദർ ചെയ്തെടുത്തതിന് ശേഷം ഇനിയാണ് നമ്മുടെ മാസ്ക് ആ ഒരു ഇത് വെക്കണം, അതിലേക്ക് വെക്കണം ആ ഒരു ഇത്. അപ്പൊ നമ്മൾ സ്മോക്ക് ഒന്നും കൂടി സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ആ ഒരു സ്മോക്ക് എവിടെയാണോ വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്മോക്ക് എന്റെ മോഷൻ കൺട്രോൾസിൽ വന്നതിന് ശേഷം ആ സ്മോക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയാ ഇവിടെ വെക്കുക. കണ്ടോ, ഇപ്പൊ ഇത്രേ ഉള്ളൂ, നമ്മുടെ സ്മോക്ക് അവിടെ വെക്കുക. അപ്പൊ നമ്മളിപ്പോ പ്ലേ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് വെക്കേണ്ടതെന്ന് നോക്കുക, എവിടെയാണ് വെക്കേണ്ടതെന്നുള്ള കറക്റ്റ് നോക്കുക. ഓക്കെ, ഇവിടെ തൊട്ടിട്ടാണ് നമ്മുടെ സ്മോക്ക് വേണ്ടത്. ഓക്കെ, ഇവിടെ തൊട്ടിട്ടാണ് നമ്മുടെ സ്മോക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെ, ഈ ഒരു സ്മോക്ക് നമ്മൾ അവിടേക്ക് കൊണ്ടുപോയി വെക്കുക. ഇനി നമുക്ക് ഈ സ്മോക്കിൽ കുറച്ച് കീ ഫ്രെയിമിങ്ങും പരിപാടികളും ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ ഈ സ്മോക്ക് ജസ്റ്റ് ഒന്ന് വലുതാക്കുകയാണ്. സ്മോക്ക് ഇത്ര വലുതാക്കി, എന്നിട്ട് ജസ്റ്റ് കുറച്ചും കൂടി വലുതാക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങോട്ട് വെച്ച്, എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. എന്താ പറയാ, നമ്മൾ ആ റെഡി ആണോ എന്നുള്ളതൊക്കെ നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മളുടെ സ്മോക്ക് അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടേക്ക് വരികയാണ്. ഫസ്റ്റ് നമ്മളുടെ സ്മോക്ക് കാണേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ലേശം ഫ്രെയിമുകൾ ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ സ്മോക്ക് ആ കുറച്ച് ഫ്രെയിമുകൾ ഇങ്ങോട്ട് വരിക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഒപ്പാസിറ്റിയിൽ ഓൾറെഡി ഇവിടെ കീ ഫ്രെയിം ഓൺ ആയിട്ടുണ്ടാവും. ആ കീ ഫ്രെയിം ഓൺ ആണ്. അപ്പൊ ഒപ്പാസിറ്റി നിങ്ങൾ ഫുള്ളായിട്ട് കുറച്ചങ്ങ് വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വെറുതെ ഒന്ന് പ്ലേ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താ പറയാ, ഒപ്പാസിറ്റി ഫുള്ള് കൂട്ടി വെക്കുക. അപ്പൊ 2 കീ ഫ്രെയിമുകളായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് വലുതാക്കി വെക്കുക. ഓക്കെ, ഇപ്പൊ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സ്മോക്ക്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ പറയാ, പിന്നെ ഒപ്പാസിറ്റി ഫുള്ള് കുറച്ച് വെക്കുക. ഇത്രേ ഉള്ളൂ നമ്മുടെ സ്മോക്കിന്റെ പരിപാടി. ഓക്കെ, നമ്മൾ ഇങ്ങനെ കത്തിക്കും. കത്തിച്ചതിന് ശേഷം നമ്മളുടെ സ്മോക്ക് ഇങ്ങനെ ആവും. കുറച്ചേരാണ് നമ്മുടെ സ്മോക്ക് വരേണ്ട ആവശ്യമുള്ളൂ. കാരണം ആ സിനിമയിലും അങ്ങനെ തന്നെയാണ്, ആ സീനിൽ കുറച്ചേരാണ് സ്മോക്ക് ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ സ്മോക്ക് വേണ്ട രീതിയിൽ അത് കട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് യാഷിനെ റിമൂവ് ചെയ്യണത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു സാധനം റിമൂവ് ചെയ്യാന്ന്. ഈ ഒരു സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂള് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ അമർത്തി ഇതാക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ക്ലോൺ സ്റ്റാമ്പ് ടൂള് വെക്കുക, എന്നിട്ട് ആൾട്ട് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ആ പോയിന്റ് അവിടെ ഇതാക്കുക. എന്നിട്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്താൽ മതി. കണ്ടോ, ഇതുപോലെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ യാഷിനെ ഇതുപോലെ കറക്റ്റ് ആയിട്ട് കുറച്ച് പണിയെടുത്ത് റിമൂവ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഫോട്ടോ പിന്നെ ഇമ്പോർട്ട് ചെയ്തതിനു ശേഷം അതിന്ന് ഈ ഒരു തോക്ക് കട്ട് ചെയ്തെടുക്കുക. മനസ്സിലായോ? അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. അതിനുശേഷമാണ് നമ്മൾ പ്രീമിയർ പ്രോയിലേക്ക് വന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി, നമ്മളുടെ KGF എഫക്റ്റ്. അപ്പൊ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ടു ആഡ് യുവർ സെൽഫ് ഇൻ ടു മൂവീസ് എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ പേര്. പക്ഷെ നമ്മൾ ഈ KGF സീനിലേക്കാണ് നമ്മൾ ഇന്ന്
എന്താ പറയാ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ യാഷിന്റെ മുഖത്തൊന്നല്ല നമ്മൾ കൊണ്ടുപോയി വെച്ചത്, നമ്മളെ ഓവറോൾ ആയിട്ടാണ് അവിടെ കൊണ്ടുപോയി വെച്ചത്. ഓക്കെ, ഗ്രീൻ സ്ക്രീനിന്റെ മുന്നിൽ നിന്ന് ആക്ട് ചെയ്യണം, എന്നാൽ മാത്രമാണ് അത് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.